അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാമിൽ നോട്ട് ഫീച്ചർ അവൈലബിൾ അല്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കും. ഓക്കെ, സോ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാ ഫ്ലോ എന്ന് പറഞ്ഞൊരു മോഡഡ് ഇൻസ്റ്റഗ്രാമാണ്. ട്രസ്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ ട്രസ്റ്റഡ് ആണ്. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് അതും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫയൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇതിൽ iOS ഇമോജി കൂടെ കിട്ടുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ള് അവസാനം വരെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. സോ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അത് നോക്കി ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാ ഫ്ലോ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ക്ലോൺ വെർഷൻ ആയിരിക്കും ഞാൻ ഇടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോർമൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ക്ലോണായിട്ടൊരു സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നോർമൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ മോഡേൺ ഇൻസ്റ്റഗ്രാമും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് സാധാ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം വെച്ച് ലോഗിൻ ചെയ്യുക. ID പാസ്വേഡ് എല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ മെസ്സേജിൻ്റെ ഇവിടെ കാണിച്ചു തരാം. ഇതെവിടെ എനിക്ക് നോട്ടിൻ്റെ ഫീച്ചർ ഇല്ല, പകരം പ്രൈമറി ജനറൽ ഇതാണ്, ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇവിടെ ഇങ്ങനെ നമുക്ക് നോട്ട് കൊണ്ടുവരാൻ നോക്കാം. അല്ല ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു നോട്ട് ഫീച്ചർ എത്തിക്കാൻ നോക്കാം. അതായത് ഇവിടെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈലിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റോറിയാണ് അവിടെ വെക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും എനേബിൾ ആക്കി കൊണ്ടുവരാൻ നോക്കാം. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ ഈ അക്കൗണ്ട് 2020 എടുത്തൊരു അക്കൗണ്ടാണ്. പക്ഷേ എനിക്കിതിൽ നോട്ടിൻ്റെ ഫീച്ചർ കിട്ടിയിട്ടില്ല. അതിന് ശേഷം എടുത്ത എൻ്റെ ഏകദേശം എല്ലാ അക്കൗണ്ട്സിലും എനിക്ക് നോട്ട് ഫീച്ചർ എല്ലാം കിട്ടുന്നുണ്ട്. സോ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. അതേപോലെ ഇൻസ്റ്റാ ഫ്ലോൻ്റെ ഒരു റിവ്യൂ കൂടെയാണിത്. ഇതിൽ നിങ്ങൾക്ക് iOS ഇമോജി യൂസ് ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ സ്റ്റോറീൻ്റെ ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കാം. ജസ്റ്റ് ഈ ഒരു ഇമേജ് എടുത്തു. ഇതിൽ ഞാൻ ഒരു ടെക്സ്റ്റ് കൊടുത്തു. ഇവിടെ മൂന്നാമത്തെ ഫോണ്ട് എടുത്തു. നിങ്ങൾക്ക് iOS ഇമോജി കാണാം. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണണമെന്നില്ല. സോ അതിനായിട്ട് നിങ്ങളൊരു എക്സ്ട്രാ ഫയലൂടെ ഡൗൺലോഡ് ആക്കണം. അതിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ iOS ഇമോജി എങ്ങനെ സെറ്റാക്കാൻ നോക്കാം. ഹോം സ്ക്രീനിൽ വരിക, മേലത്തെ ഈ 3 ബാറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാ ഫ്ലോ മെനു എന്ന് പറയും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാ ഫ്ലോൻ്റെ സ്റ്റോറി കാണാണ്ടിരിക്കുന്നതും, അതേപോലെ ചാറ്റിങ്ങിൽ ടൈപ്പിങ്ങിൽ ഹൈഡായി പോകാനുള്ളതും, പിന്നെ നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുമല്ലോ. പലരും ട്രസ്റ്റഡായിട്ട് നമ്മളെടുത്തൊരു തെറ്റുമില്ല, നമ്മളങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ലവേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിന് ഒരു പണിയുണ്ട്. നമ്മൾ അവരുടെ ചാറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നേരെ അവർക്കൊരു മെസ്സേജും പോകും, നമ്മുടെ ചാറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അവർക്ക് പോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനുള്ള ബട്ടണാണിത്. ഇത് ഓണാക്കിയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് അവർക്ക് പോരത്തില്ല. അതായത് സ്ക്രീൻഷോട്ട് എടുത്തെന്ന് പറഞ്ഞൊന്നും കാണിക്കത്തില്ല. സോ അതിനുള്ള ഒരു ഓപ്ഷനാണിത്. ഇത് ഓണാക്കിയിടാം. ഓക്കെ, വേണമെങ്കിൽ മാത്രം. പിന്നെ ജനറൽ ഓപ്ഷനിൽ സെപ്പറേറ്റ് ഡൗൺലോഡ് ബൈ യൂസർ നെയിം. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ യൂസർ നെയിം .cv. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് ഒരു ഫോൾഡറായി ക്രിയേറ്റ് ആയിട്ട് എൻ്റെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന പോസ്റ്റ് മൊത്തം ഒരു ഫോൾഡർ സേവ് ആവും. അതിനുള്ള ഓപ്ഷനാണത്. പിന്നെ ഫേസ്ബുക്ക് സ്റ്റോറീസ്, ഫേസ്ബുക്കിലെ സ്റ്റൈലുണ്ടല്ലോ സ്റ്റോറീൻ്റെ ഒക്കെ, അതേപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കമൻറ്റിൽ ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് ആണ് ഡിഫാൾട്ടായിട്ട് നമ്മൾ സിസ്റ്റം ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1 2 3 4 5 ഒരു ഏകദേശം 7 ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഓപ്പൺ ലിങ്ക് ഇൻ ബ്രൗസർ, അതായത് നമുക്ക് ഓരോ ലിങ്കൊക്കെ വരുമല്ലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ, അത് ബ്രൗസറിൽ പോയിട്ട് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. പിന്നെ ഫോളോ ഇൻഡിക്കേറ്റർ, നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ യു എന്ന് ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഡിസബിൾ ആഡ്സ് ആൻഡ് റീൽസ് ഇൻ സ്റ്റോറീസ്. എനിക്ക് മെയിനായിട്ട് വരുന്നൊരു സീനാണ്, ഞാൻ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആഡ്സ് കയറി വരും. അതേപോലെ സ്റ്റോറി കാണുമ്പോൾ ആഡ്സ് കയറി വരും. അത് കാണുമ്പോൾ തന്നെ ഭ്രാന്താവും. സോ അത് ഡിസബിൾ ആക്കാനുള്ള ബട്ടണാണ് ഇത്. സോ ഫീഡ് ആൻഡ് സ്റ്റോറി, ഇവിടെ ഓട്ടോ സ്റ്റാർട്ട് വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണാക്കിയിടാം. ഹൈഡ് ഡൗൺലോഡ് ഐക്കൺ, ഇത് ഓണാക്കിയിട്ടാൽ ഹോം സ്ക്രീനിൽ ഡൗൺലോഡ് ഐക്കൺ ഡിസബിൾ ആവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറൊരു ഓപ്ഷൻ, കസ്റ്റമൈസ് ദി തേർഡ് ഫോൺ ഓഫ് സ്റ്റോറീസ്, നിയോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ അൺഒഫീഷ്യൽ iOS 16.tf എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് കാണത്തില്ല. അതിന് നിങ്ങൾ എന്താക്കണം, ഈ ആപ്പ് ഓൺ ആക്കിയതിന് ശേഷം ഇൻസ്റ്റഗ്രാമിന് എല്ലാ പെർമിഷൻസും കൊടുക്കുക. പെർമിഷൻസ് കൊടുത്തതിന് ശേഷം നിങ്ങളെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക. അതിന് ശേഷം നിങ്ങൾ ഡിവൈസ് സ്റ്റോറേജ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ടാവും, അത് നിൽക്കുക. അത് നീക്കിയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇൻസ്റ്റാ ഫ്ലോ എന്ന് പറഞ്ഞിട്ട്,
അതിങ്ങനെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതൊന്ന് ഞെക്കുക. അത് ഞെക്കിയതിന് ശേഷം ഇവിടെ കണ്ട ഫോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ആക്കിയിട്ട് അതേപോലെ ക്രിയേറ്റ് ആക്കുക. അത് ക്രിയേറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് സെക്ഷനിലേക്ക് പോവുക. ഞാൻ ഡൗൺലോഡ് സെക്ഷനിൽ പോട്ടെ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ മുന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ കാണാം. ജസ്റ്റ് അതൊന്ന് കോപ്പിയോ മൂവോ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇവിടെ ഞെക്കിയിട്ട് കോപ്പി നിൽക്കുന്നു. ഡിവൈസ് സ്റ്റോറേജ് നിങ്ങൾ ചിലപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിരിക്കും, അത് ഓരോ ഫോണിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിട്ട് ഇൻസ്റ്റാ ഫ്ലോയിലേക്ക് പോവുക, ഫോൺസിലേക്ക് പോവുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അവിടെ 2 ഇത് വന്ന് കാണാൻ പറ്റും. ഇത്രയും നിങ്ങൾ ചെയ്യുക. ഫോൺസിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് ഈ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കാണിച്ചു തരാം. ക്യാപിറ്റൽ ലെറ്റർ എഫ്, ബാക്കി സ്മോൾ ലെറ്റർ. ഫോൺസിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഞെക്കുമ്പം കാണാം. ഇപ്പോൾ 2 ഫോൺസ് വന്നു. നിങ്ങൾക്ക് അഡീഷണലായിട്ട് വേറെ ഫോൺസൊക്കെ ഇൻസ്റ്റഗ്രാമിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഇമോജി കൂടെ കിട്ടും. ഏകദേശം 26 MB സംതിങ്ങേ ഉള്ളൂ ഈ ഫോണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞെക്കുക. അപ്പോൾ ഫോണ്ട് അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് വരും. ജസ്റ്റ് ബാക്ക് അടിച്ചാൽ അത് റീസ്റ്റാർട്ട് ആയിക്കോളും. ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് സ്ക്രീൻ വന്നിട്ട് ഒന്ന് ലോഡായി വരും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറിയിലെടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു തേർഡ് സ്റ്റോറി എടുക്കാം. ജസ്റ്റ് എടുക്കുക, ഈ ലെറ്റേഴ്സിൻ്റെ ഇവിടെ പോവാം. ഇതിലൊക്കെ നിങ്ങൾക്ക് നോർമൽ ഇമോജീസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ മൂന്നാമത് ഫോണ്ട് ആകുമ്പോൾ കണ്ടോ, ഏതെടുത്താലും ഫുൾ iOS ഇമോജീസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാക്കാൻ. അതേപോലെ ഇവിടെ iOS ഫോണ്ടും ആയിരിക്കും കേട്ടോ. മൂന്നാമത്തേൽ iOS ഫോണ്ടും ആയിരിക്കും. ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, iOSൻ്റെ ഫോണ്ടാണ്. അപ്പോൾ അത്രയാണ് അതിലുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നോട്ട്സ് എനേബിൾ ആക്കാം. സോ ജസ്റ്റ് ഹോം സ്ക്രീനിൽ വരിക, ഈ ഹോമിൻ്റെ ഐക്കൺ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഞെക്കി പിടിക്കാം. ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഞെക്കി പിടിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം മെറ്റ കോൺഫിഗ് സെറ്റിങ്സ് ആൻഡ് ഓവർ റൈറ്റ്സ്. അതിനുശേഷം സെർച്ച് ബാർ കാണാൻ പറ്റും. അവിടെ നോട്ട് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് അവിടെ കുറേ ബട്ടൺസ്, ചിലപ്പോൾ നിങ്ങളൊക്കെ ചിലത് ഓണായിരിക്കും, ചിലത് ഓഫായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഓഫാക്കിയിട്ടാണ് മുന്നേ. ചിലപ്പോൾ നിങ്ങളെല്ലാം ഓണായിരിക്കും, ചിലപ്പോൾ എല്ലാം ഓണാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് നോട്ട്സ് ഓൾറെഡി കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ചിലത് മാത്രം 2-3 ഇവിടെ ഓണായിരിക്കും, ചിലപ്പോൾ 1 ഇവിടെ ഓണായിരിക്കും. അത് നിങ്ങളുടെ അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങളെ എല്ലാ ബട്ടൺസും ഓൺ അല്ലെങ്കിൽ നിങ്ങളെല്ലാ ബട്ടൺസും ഓണായി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ബട്ടൺസും ഓണായി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വായിച്ച് നോക്കാനൊന്നുമില്ല, അത് അതിൻ്റെ കീസാണ്. സോ നമ്മൾ ചെയ്യുന്നത് ഡിസേബിൾ ആയ സാധനം ഇപ്പം കണ്ടീഷൻ ട്രൂ ആയി കൊടുക്കുകയാണ്. ഇത് പ്രോഗ്രാമിങ്ങിൽ ബാക്ക് എൻഡിൽ വർക്ക് ആയിക്കോളും. നമ്മൾ ജസ്റ്റ് ഈ ബട്ടൺ മാത്രം ഓൺ ആയി കൊടുത്താൽ മതി. ഓക്കെ, എല്ലാ ബട്ടൺസും ഓൺ ആക്കുക. എനിക്ക് തോന്നുന്നു ഒരു 10-50 ബട്ടൺസ് ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് എല്ലാം ഓണാക്കാം. ഒന്നുപോലും വിടരുത്, അങ്ങനെ വേണം പറയാം. ഓക്കെ, ജസ്റ്റ് എല്ലാം ഓൺ ചെയ്യാം. നമുക്ക് താഴോട്ട് നിന്ന് തുടങ്ങാം. ഇവിടെ 4, ഇവിടെ 2 ലൈവ് നോട്ട്സൊക്കെ ഉണ്ട്. നോട്ട്സിൽ നമുക്ക് ലൈവ് പോവാം. അപ്പോൾ നമ്മളെല്ലാ ബട്ടൺസും ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട് ആപ്പ് എന്നിട്ട് കാണും. ജസ്റ്റ് അതൊന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ ആപ്പ് ഒന്നുകൂടെ തെളിഞ്ഞിട്ട് വരുന്ന കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ എനബിളായി വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് നോട്ട്സ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ട്സ് വന്നതായിട്ട്. ഇത് ഞാൻ ഇന്നലെ വെച്ച നോട്ടാണ്. ഇത് ഞാൻ ഡിലീറ്റ് ആക്കി കാണിച്ചു തരാം. ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് നോട്ട്സിൻ്റെ ഓപ്ഷൻ ഞെക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എനിക്ക് മ്യൂസിക് വെക്കാം. ഇനിയിപ്പോൾ വോയിസ് പറയണമെങ്കിൽ വോയിസ് പറയാം. എൻ്റെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഷോ പീപ്പിൾസ് ഹൗ ലോങ് യു ആർ ഫ്രീ. നമ്മൾ ഫ്രീ ടൈമിലൊക്കെ ലൈവ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ഓക്കെ, ലൈവിൻ്റെ ഓപ്ഷനാണ്. പിന്നെ ആരൊക്കെ നോട്ട്സ് കാണണം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഫോളോവേഴ്സ്, ഞാൻ തിരിച്ച് അങ്ങോട്ട് അവരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോളോയിങ് ഉള്ളവർ. പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമാക്കിയിട്ട് സ്റ്റോറി ഇടാം. പിന്നെ ക്രിയേറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് പുതിയ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ആക്കിയിട്ട് അതിലേക്ക് മാത്രം ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ പിന്നെ നോട്ടിൽ ഇപ്പോൾ ഹലോ അല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഇമോജി ഇടാം. ഓക്കെ, നമുക്ക് ഈ ഇമോജി ഇടാം. എന്നിട്ട് ഷെയർ കൊടുത്താൽ നിങ്ങൾക്ക് നോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ നോട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വേറൊരു അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് ഞാൻ ഈ അക്കൗണ്ട് എടുത്തു. ഓക്കെ,
അതിൽ നോട്ട്സിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ജസ്റ്റ് റീഫ്രഷ് ചെയ്യാണ്. എവിടെ ഇതേ എൻ്റെ കയ്യിൽ ഈ ഇമോജി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ചെയ്യാൻ, നോട്ട്സ് എനേബിൾ ആക്കാൻ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റോറിയിൽ എങ്ങനെ കർവ് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, ബൈ.